കോഴിക്കോട് ജില്ലയിലെ മയക്കുമരുന്ന് ലോബികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പൊതുയിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി ഡാൻസഫ്. ജോലി തേടി ബംഗളൂരുവിലെത്തുന്ന യുവാക്കൾ ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ട് ലഹരി കച്ചവടക്കാരായി വൻതോതിൽ മയക്കുമരുന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതായാണ് എക്സൈസിന്റെ ഉൾപ്പെടെ കണ്ടെത്തൽ. പോലീസ് പിടികൂടാതിരിക്കാൻ വ്യത്യസ്തമായ രീതികളാണ് ലഹരി മരുന്ന് കടത്തുകാർ സ്വീകരിച്ചു വരുന്നത്. പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്നാണ് നഗരത്തിലേക്ക് രാസലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. സ്വകാര്യ വാഹനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ഉള്ളിൽ സംശയം തോന്നാത്ത രീതിയിലുള്ള രഹസ്യ അറകൾ നിർമ്മിക്കുക, കാന്തം ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ നിറച്ച ഇരുമ്പ് പെട്ടികൾ വാഹനത്തിന്റെ അടിയിൽ ഘടിപ്പിക്കുക, ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ നിറയ്ക്കുക, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ മിക്സി, അയൺ ബോക്സ്, സ്പീക്കർ എന്നിവയ്ക്കുള്ളിൽ ക്യാമറ സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന ട്രൈപോഡുകൾക്കുള്ളിൽ ടൂത്ത് പേസ്റ്റ്, പൗഡർ, പാൽപ്പൊടി, ലേസ് പോലെയുള്ള വസ്തുക്കളുടെ പാക്കറ്റുകൾ എന്നിവയിലൊക്കെ നിറച്ച് അതിവിദഗ്ധമായി കടത്തുന്നത് സജീവമാണ്. ഇത് കൂടാതെ ശരീരത്തിൽ തന്നെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചും കക്ഷത്തിൽ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു നിർത്തിയും ലഹരിക്കടത്ത് നടത്തുന്നതായി പോലീസും എക്സൈസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനാൽ ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് വരുന്ന ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡാൻസഫ് സംഘം. 2025 ജനുവരി മാസത്തിൽ 4 കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളിലായി 546.42 ഗ്രാം MDMAയും 56.66 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കോഴിക്കോട് സിറ്റി ഡാൻസഫ് സംഘം പിടികൂടി. ഇവരിത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നതായിട്ടാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് അവർ ഈ പറയുന്ന രീതിയിൽ ചെറിയ പാക്കറ്റുകളിലൊക്കെ ആക്കി വിൽക്കാനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അപ്പം അവർ അവിടെ റൂം എടുത്ത സമയത്താണ് നമ്മുടെ ടീം കൃത്യമായിട്ട് അവിടെ ഇന്റർവ്യൂ ചെയ്ത് അവരെ കൈയോടെ പിടിക്കുന്നത്. നവംബർ, ഡിസംബർ മാസങ്ങളിലായി ഡാൻസഫ് സംഘം ആകെ പിടിച്ചെടുത്തത് 123 കിലോഗ്രാം കഞ്ചാവ്, 3.5 കിലോഗ്രാം MDMA, 133 ഗ്രാം ബ്രൗൺ ഷുഗർ, 863 ഗ്രാം ഹാഷിഷ് ഓയിൽ, 146 LSD സ്റ്റാമ്പുകൾ, 6 ഗ്രാം എക്സ്റ്റസി ടാബ്ലറ്റുകൾ, 100 സിഗരറ്റുകൾ എന്നിവയാണ്. കഴിഞ്ഞ ദിവസം കാരന്തൂരിലെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ 221.89 ഗ്രാം MDMAയുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ഇബ്രാഹിം മുസമിൽ, കോഴിക്കോട് ഉമ്മളത്തൂർ സ്വദേശി അഭിനവ് PN എന്നിവരെയാണ് നർക്കോട്ടിക്സ് സംഘം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് MDMA എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.